ഗോപകുമാർ സാർ, നിയമം നടപ്പാക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം ഇവിടെ ജോർജ് സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ ഈ വിഷയം നിരന്തരമായി മുന്നോട്ട് വെച്ചു. ആ ഒരു വിഷയത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ ഇടപെടൽ ഉണ്ടായതും. അതായത് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ തന്നെയാണ് ഈ 6-അംഗ ടാസ്ക് ഫോഴ്സിന്റെ ഇവിടെ സാറോട് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ പുതിയ കമ്മിറ്റി കൂടി വരുമ്പോൾ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകുന്നു, കൂടുതൽ അതിവേഗ നടപടികളും നിർദ്ദേശങ്ങളും ഉണ്ടാകുന്നു, കൂടുതൽ പഴുതടച്ച രീതിയിൽ പരീക്ഷാ സംവിധാനം മുന്നോട്ട് പോകുന്നു. നമുക്ക് അങ്ങനെയല്ലേ സാർ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വളരെയധികം ഉണ്ട് ഇക്കാര്യത്തിൽ. അവരുടെ പരാജയം തന്നെയാണ്, അവരുടെ നേതൃത്വത്തിലുണ്ടായ പരാജയം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ അനുഭവം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ പൊതുസമൂഹം എത്ര വലിയൊരു വെല്ലുവിളിയാണ് ഇക്കാര്യത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഗവൺമെന്റിനും ഒരു അനുഭവ പാഠമായി മാറിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു നിയമം കൊണ്ടുവരാൻ താല്പര്യമെടുത്തത്. നിയമത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിന്റെ കഴിവുകേട് ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്യണം. അത് ഒരു മന്ത്രിയുടെ രാജി കൊണ്ടല്ല അത് അവസാനിക്കേണ്ടത്. വ്യക്തമായിട്ട് ഇതിന്റെ ലീഡർഷിപ്പിൽ നിന്ന NDAയുടെ ലീഡർഷിപ്പിൽ നിന്ന ആൾക്കാർ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല, അത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ എത്രയോ കാലങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആത്മഹത്യകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രക്ഷകർത്താക്കൾ ഈ നീറ്റ് പരീക്ഷയിൽ നിന്ന് ആ ഒരു ഒബ്സഷനിൽ ഒരുപാടായി പോകുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വിദ്യാഭ്യാസ മേഖല നമ്മുടേതാണ്, ലോകത്തിൻ്റെ. ചൈന ഒന്നാമതും എണ്ണത്തിൽ രണ്ടാമത് നമ്മളുമാണ്. 147 കോടി, അത് അടുത്ത വർഷം 150 കോടിയാകും ജനസംഖ്യയുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ജനാധിപത്യ സമ്പ്രദായത്തിൽ പരീക്ഷാ സംവിധാനം ശക്തമാക്കാൻ എന്ത് പ്രശ്നമാണുള്ളത്? അവിടെയാണ് നിയമവാഴ്ചയുടെയും നിയമലംഘനത്തിൻ്റെയും പ്രശ്നങ്ങളുള്ളത്. നിയമവാഴ്ച നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇത് പ്രശ്നമുണ്ടാക്കില്ലായിരുന്നു. നിയമത്തിന് ഒരു വലിയ ഘടകമുണ്ട്. ഞാൻ ആലോചിക്കുന്ന, ഞാൻ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ 16 കേന്ദ്ര സർവകലാശാലകൾ ചേർന്ന് ഒരു കൊളീജിയം ഉണ്ടാക്കി ഞങ്ങളുടേതായ രീതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് CUCET എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു. 6 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കുറഞ്ഞ വർഷം എല്ലാ വർഷവും നടക്കുമായിരുന്നു. ഈ സർവകലാശാലകൾ കേരളത്തിൽ തന്നെ 8 സെന്ററുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്യമൊട്ടുക്ക് 110 സെന്ററുകൾ വെച്ച് നടത്തി. എൻ്റെ അനുഭവത്തിൽ ആ 6 വർഷത്തിനിടയിൽ ഒരു ചെറിയ പരാതി പോലും അതിനെക്കുറിച്ച് വന്നിട്ടില്ല. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, അന്ന് രാജസ്ഥാനിലൊരു വൈസ് ചാൻസലർ ആയിരുന്നു, എൻ്റെ ഒരു സഹപ്രവർത്തനായ ഒരു വൈസ് ചാൻസലർ ആയിരുന്നു. അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞങ്ങളൊക്കെ ജോയിന്റ് കോർഡിനേറ്റേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ നെറ്റ്വർക്കിംഗ് എത്ര ശക്തമായിരുന്നു. ഇത് എവിടെയാണ് പുഴുക്കുത്തുണ്ടായെന്ന് നമ്മൾ അറിയേണ്ടത്, ഇത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളത് കൊണ്ടും 2014 മുമ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടും തന്നെ നമ്മുടെ ആൾക്കാർക്കിടയിലുള്ള അഴിമതി ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടി പോകാൻ പറ്റില്ല. ഒരു മന്ത്രിയുടെ രാജി മാത്രമല്ല ഇതിനകത്ത് വരേണ്ടത്. ബ്യൂറോക്രാറ്റ്സിനെ ഫിക്സ് ചെയ്യണം. ഇതിനകത്ത് വന്നിരിക്കുന്ന എക്സ്പേർട്സ് അവരെയാണെങ്കിൽ അവരെ ഫിക്സ് ചെയ്യണം. ശിക്ഷയും കഠിനമാക്കണം. ആ നെറ്റ്വർക്കിംഗ് ശരിയാക്കണം. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് NDAയുടെ ലീഡർഷിപ്പിന്റെ പ്രോബ്ലമാണെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ അനുഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ മീറ്റിങ്ങുകൾ ഞങ്ങൾ അതിന് മുമ്പ് കൂടുമായിരുന്നു. അത് കഴിഞ്ഞുള്ള ഇവാലുവേഷൻ നടത്തുമായിരുന്നു. അപ്പോൾ ലീക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അത് ടാപ്പ് ചെയ്യാനും എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ള മനസ്സിലാക്കി അത് ചെയ്യാൻ കഴിയും. നമ്മുടെ രാജ്യം വലുത് തന്നെ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ അതനുസരിച്ചുള്ള സംവിധാനത്തിന് നമുക്ക് കഴിയും. സംസ്ഥാനങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾ, ഇപ്പോൾ ജാർഖണ്ഡും രാജസ്ഥാനിലും ഒക്കെയാണ് സംഭവിച്ചത്. പക്ഷെ ഒരിടത്ത് സംഭവിച്ചാൽ മതി, ഇത് സംഭവം വലുതാകും. മുമ്പ് CBSE പരീക്ഷയ്ക്ക് സംഭവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിൻ്റെ ഒബ്സർവറായിട്ടിരിക്കുന്ന സമയത്തൊക്കെ എക്സാമിനേഷനത്തെ അന്ന് രാവിലെ ബാങ്കിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴാണ് അറിയുന്നത് ഓൾറെഡി അത് ലീക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം നാണക്കേടാണ്, ഈ രാജ്യത്തിന് നാണക്കേടാണ്. അത് പറ്റില്ല. നമ്മളത് നിയമത്തിൽ കൂടിയാണെങ്കിലും നേതൃത്വത്തിൽ കൂടിയാണെങ്കിലും എക്സ്പെർട്ടൈസിന്റെ കാര്യത്തിലാണെങ്കിലും ശരിയായ ആൾക്കാരെ അവിടെ ഫിക്സ് ചെയ്യുന്ന വേണം. അവരുടെ കഴിവുകേട്
ആണ് ഇതിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയ മാനങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നുള്ളത് ശ്ലാഘനീയമാണ്. പക്ഷെ അതോടൊപ്പം ഇനി ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കണം. കുടുംബങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം എത്രയാണ്, ആത്മഹത്യകൾ എത്രയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സുസംഘടിതമായ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കി ഒരു രീതിയിൽ ഇതിനകത്ത് ഒരു പ്രശ്നം വരാത്ത രീതിയിലുള്ള അച്ചടക്കമുള്ള ഒരു സംവിധാനമാക്കി മാറ്റണം. അത് ലീഡർഷിപ്പ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. NDAക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയും. ശരി സാർ.